അങ്ങനെ നമ്മൾ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നല്ല ചൂട് പൊറോട്ടയും ബീഫ് കറിയും, എന്താ അന്തസ്സ്! അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയും കൂടെ ആയാലോ, പറയുക വേണോ? നമ്മുടെ മലയാളികളുടെ മാത്രം ഒരു പ്രത്യേകതയാണ് ബീഫും പൊറോട്ടയും. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നാടൻ ബീഫ് കറിയാണ്. അതിന് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്, കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ്. അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 3 സവാള സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് ഗ്രൈൻഡറിൽ അരച്ചെടുത്തത്. സാധാരണ നമ്മൾ നീളത്തിലാണ് അരിയുന്നത്, പക്ഷേ ഞങ്ങളൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുക്കർ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക വേണം. ഇനി കുറച്ച് കറുകപ്പട്ടയും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള നമ്മൾ ഇതിൽ മിക്സ് ചെയ്യുന്നു. സവാള നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഒരു ലേശം ഉപ്പും കൂടെ ഇടുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടും നമുക്ക്. സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് അരച്ചത് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒന്ന് വാടി വരാൻ വേണ്ടിയാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ. ഇനി ഇതിലേക്ക് നമ്മളൊരു 3 വറ്റൽമുളക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു വെറൈറ്റിക്കായിട്ട് നമ്മൾ കൊണ്ടാട്ട മുളക് മിക്സ് ചെയ്യുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് ചവച്ചിട്ടേക്കണം, അതിന് ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. പലരും പല രീതിയിലാണ് ബീഫ് കറി ഉണ്ടാക്കുന്നത്, പക്ഷെ അത് ഞങ്ങളുടേതായ ശൈലിയിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നത് ബീഫ് കറി. കുറച്ച് കറിവേപ്പില മിക്സ് ചെയ്യുന്നു. എന്നിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിക്കണം എല്ലാം. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി നമ്മൾ മിക്സ് ചെയ്യുകയാണ്. മഞ്ഞൾ പൊടിയുടെ കുത്തൽ മാറുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. മഞ്ഞൾ പൊടിയുടെ കുത്തലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി മിക്സ് ചെയ്യുകയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. സാധാരണ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, എരിവ് കൂടുതലായതിനാൽ കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കണം.
അങ്ങനെ നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ആ തക്കാളി ഒന്ന് വാടി വരുന്ന വരെ നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ബീഫ് മസാല, മീറ്റ് മസാല നമ്മൾ ആഡ് ചെയ്യുകയാണ്. ഇവിടെ ബീഫ് മസാല നമ്മൾ ആഡ് ചെയ്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം.
അങ്ങനെ നമ്മുടെ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അത് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. താങ്ക്